10ാം ക്ലാസ് വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായി പരാതി. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് റൈഹാനെയാണ് +2 വിദ്യാർത്ഥികളായ 7 അംഗ സംഘം സ്കൂൾ ബാത്റൂമിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും തല ഭിത്തിയിൽ ചേർത്തിടിക്കുകയും ബാത്റൂമിൽ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തതായി പരാതി. സംഘം ചേർന്നുള്ള ആക്രമണത്തിൽ റൈഹാന്റെ ഇടതു കൈക്കും കഴുത്തിനും കാലിനും പൊട്ടൽ സംഭവിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് റൈഹാൻ തന്നെ പറയുന്നു. പള്ളിക്കൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാത്റൂമിൽ പോയപ്പോൾ +2 പഠിക്കുന്ന 6-7 പേരുന്ന് പിന്നെ അടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്ത് തലയൊക്കെ പിടിച്ച് അവിടെ മാർബിളിൻ്റെ സ്ലാബ് ഉണ്ടല്ലോ അതിനകത്ത് പിടിച്ചടിച്ച് തറയൊക്കെ ചവിട്ടി പിന്നെ നടു അതിനകത്ത് പിടിച്ചടിച്ച് നടുവിനൊക്കെ കൊടുക്കുന്നുണ്ട്. ഭയങ്കര വേദന. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തിയ റൈഹാനെ വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ചതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ അക്രമവുമായി ബന്ധപ്പെട്ട് റൈഹാന്റെ രക്ഷിതാവിൻ്റെ പരാതിയിൽ പള്ളിക്കൽ പോലീസ് കേസെടുത്ത് +2 വിദ്യാർത്ഥികളായ 7 പേർക്കെതിരെ FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചു. റൈഹാന്റെ ഉമ്മയുടെ വാക്കുകളിലേക്ക്. കയ്യിലെ ബ്ലഡുണ്ട്, വായിലെ ബ്ലഡൊക്കെ കഴുകിയിട്ട് അവർ OTC എടുക്കുകയും ചെയ്തത്. ഞാൻ അവിടെ ചെന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്തത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. കാലിലും നടുവിനും സ്ക്രാച്ച് ഉണ്ട്. എൻ്റെ കിടന്നിയും തലയ്ക്ക് CT എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് കാലിന് പൊട്ടലുണ്ട്, നടുവിന് കഴുത്തിനും പരിക്കുണ്ട്. കഴുത്തിൽ നീളത്തിൽ ഒരു കോണ്ടൽ പോലെ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. കയ്യിൽ മുറിവുണ്ട്. തലയ്ക്ക് CT എടുക്കേണ്ടി വന്നു. തലകുട്ടി വെച്ച് ഡിച്ചേണ്ടി കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബോധവൽക്കരണ ക്ലാസുകൾ സ്കൂളിൽ തന്നെ ആരംഭിക്കണമെന്നും ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആക്രമണം നടത്തിയ വിദ്യാർത്ഥികൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു.